ഹലോ വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ പഴവും നുറുക്ക് ഗോതമ്പും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം ഒരു കടായോ പാനോ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസും ബദാമുമാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് നിറം മാറി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. റൈസിൻസ് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ നല്ല മധുരമുള്ള ചെറുപഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 കപ്പ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഴവും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ശർക്കരയെല്ലാം ഈ പഴത്തിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ഈ നുറുക്ക് ഗോതമ്പ് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിന് വളരെ ലൈറ്റായിട്ടൊരു മധുരം മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി മധുരം ചേർത്താലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി ഈ നുറുക്ക് ഗോതമ്പിലേക്ക് അതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ചേർത്ത 1/2 കപ്പും കൂടെ ചേർത്താലും ഒരു മീഡിയം സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കായും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും റൈസിൻസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി വേർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കുക. അതല്ല കുറച്ചും കൂടി ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിപ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിങ്ങനെ വിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പ് ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാകത്തിന് വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ അരിയൊക്കെ വെച്ച് ഉണ്ടാക്കാറുള്ളൊരു വിഭവമുണ്ട്, പാച്ചോറ് അല്ലെങ്കിൽ ചക്കരക്കഞ്ഞി എന്നൊക്കെ ചില സ്ഥലത്ത് പറയാറുണ്ട്. അപ്പോൾ അതിനോട് സിമിലറാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്